ഉണ്ട് 10 ഏക്കർ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ഗ്രാമപ്രദേശം അല്ലേ? അതിനെ ഒരു സിറ്റിയാക്കി മാറ്റി. എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? എന്തുകൊണ്ടാണ് ഈ 10 ഏക്കർ സിറ്റി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തുടങ്ങുന്നു, ഈ ഒരു ആക്ടിവിറ്റിയിലേക്ക് വരാനുള്ള കാരണം? അതൊരു നമ്മൾ നടക്കുന്ന ഒരു നാട്ടിൻപുറമാണ്, ഒരു ചെറിയ പ്രദേശമാണ്, അതായത് ചെറിയൊരു ഗ്രാമം. അപ്പൊ അതിനെ പുറത്തോട്ടൊന്ന് അറിയിക്കാൻ വേണ്ടി ചുമ്മാ ഇട്ടതാണ്. പക്ഷെ അതിന് ട്രെൻഡായി. എങ്ങനെയായിരുന്നു ഫസ്റ്റ് വീഡിയോ? എങ്ങനെയായിരുന്നു ഇതിന്റെ? അല്ല, ഫസ്റ്റ് ഞാൻ ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് ചെയ്യുന്നതായിരുന്നു, സാധാ വീഡിയോ ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ സജീവനായിട്ട് കമ്പനിയായി ഇങ്ങനെ കണ്ടന്റ് ഒക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു കോണ്ടന്റ് രീതിയിലോട്ട് വരുന്നത്. എന്തുണ്ട് പേരൊന്ന് പരിചയപ്പെടുത്ത എല്ലാവരും കേൾക്കട്ടെ. എൻ്റെ പേര് സജി എന്നാണ്. എന്നെ ഈ ഫീൽഡിലോട്ട് കൊണ്ടുവരുന്ന പ്രദീപാണ്. അപ്പോൾ പ്രദീപ് എനിക്ക് തോന്നുന്നൊരു 7-8 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ വന്നിട്ട് ഏകദേശം ഒരു 2 വർഷത്തോളം ആയുള്ളൂ. അപ്പോൾ ഈ ടിക്ടോക്ക് ആ സമയത്തൊക്കെ അപ്പോൾ ഞങ്ങളിതൊക്കെ ഫോണിലൂടെ കണ്ടിട്ടേ ഉള്ളൂ. പിന്നെ പ്രദീപ് എന്നെ ഇതേപോലെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നു. അങ്ങനെ ഞാൻ ആ ഇതിലോട്ട് അഭിനയിച്ചു. പിന്നെ നമ്മൾ കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഇതേപോലെ പറഞ്ഞ് ചർച്ച ചെയ്ത് അങ്ങനെ പിന്നെ വീഡിയോസൊക്കെ അങ്ങനെയാണ് കൂടുതൽ ഇതായിട്ട് വന്നത്. അതെ, അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തും. ഫാമിലി ആയിട്ടൊക്കെ ആണല്ലോ ചെയ്യുന്നത്, അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തു. ആരതി എന്നാണ്. എങ്ങനെയുണ്ട് ഇത് കൂടെയൊക്കെ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, മാക്സിമം സപ്പോർട്ട് ചെയ്യാറുണ്ട്. എനിക്ക് പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ കൂടെ നിൽക്കാറുണ്ട്, അല്ലാണ്ട് അഭിനയിക്കാറുണ്ട്, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ആദ്യം നമ്മൾ വീഡിയോ ചെയ്യുന്നു, ആ വീഡിയോ ചെയ്തതിന് ശേഷം നാട്ടുകാരുടെ സഹകരണമൊക്കെ അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ എന്തൊക്കെയായിരുന്നു സംസാരം, ചർച്ച, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? തുടക്ക സമയത്തൊക്കെ കളിയാക്കലായിരുന്നു, സ്വാഭാവികം. പിന്നെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ ചീത്ത കുറച്ചേ കേട്ടിട്ടുള്ളൂ. പ്രദീപ് ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രദീപിനെ ഒരുപാട് പേര് വിമർശിക്കാം. കാരണം സുഹൃത്തുക്കളായാൽ പോലും പ്രദീപിനെ കളിയാക്കിയിട്ടുണ്ട്. അതെ. പക്ഷേ ഇപ്പം പ്രദീപിന്റെ കൂടെ നിൽക്കാനും പ്രദീപിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഈ കളിയാക്കിയവര് തന്നെ പ്രദീപിനെ പല വേദികളിലും പല പരിപാടികളിലും വിളിച്ച് മൊമെന്റോയും കാര്യങ്ങളൊക്കെ കൊടുക്കും. പറഞ്ഞ പോലെ തന്നെ ഈ പരിപാടി കഴിഞ്ഞു ഈ ഒരു ബേക്കിലിരിക്കുന്ന പ്രോഗ്രാമിലേക്ക് വരും വിളിക്കുകയാണല്ലേ ഗസ്റ്റ് ആയിട്ട്. ആ ഒരു മൊമെന്റ് അങ്ങനെയുണ്ട്. ഒരുപാട് കളിയാക്കല്, അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ഗസ്റ്റ് ഒക്കെ ആയിട്ടൊക്കെ പോകുന്നു. ഓക്കെ, അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെയൊക്കെ